തമിഴ്നാട് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ച് സി ജോസഫ് വിജയുടെ TVK സർക്കാർ. ADMK അംഗങ്ങൾ ഉൾപ്പെടെ 144 പേർ TVKയെ പിന്തുണച്ചു. TVK കുതിരക്കച്ചവടത്തിലൂടെ പിന്തുണ തേടാൻ ശ്രമിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. ഇതിനിടെ വിവാദമായതോടെ വിജയുടെ ജോസിന് സർക്കാർ നിയമനം നൽകിയ ഉത്തരവ് റദ്ദാക്കി. நான் ஒன்றை மட்டும் சொல்லிக் கொள்கிறேன். இந்த அரசு குதிரை வேகத்தில் செயல்படுகிற அரசே தவிர குதிரை பேரத்தில் ஈடுபடுகிற அரசு இல்லை என்பதை ആണിത്തരமாக தெரிவித்துக் கொள்கிறேன். സഭയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭിപ്രായം തേടിയാണ് സ്പീക്കർ JCD പ്രഭാകർ വോട്ടെടുപ്പിലേക്ക് കടന്നത്. അണ്ണാ DMKയിലെ CV ഷൺമുഖം പക്ഷത്തെ 25 പേർ കൂടി അനുകൂല നിലപാടെടുത്തതോടെ TVK സർക്കാരിന്റെ പിന്തുണ 144 ആയി. 22 പേർ എതിർത്ത് വോട്ട് ചെയ്തു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. NDA സഖ്യത്തിലെ AMMK MLAയുടെ പിന്തുണ സർക്കാർ സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച് DMK സഭ വിട്ടു. സഭയിൽ തുടക്കം മുതൽ തന്നെ അണ്ണാ DMKയിൽ പ്രശ്നങ്ങളുണ്ടായി. എടപ്പാടി കെ പളനിസ്വാമി സംസാരിച്ചതിന് ശേഷം SP വേലുമണിക്ക് അവസരം നൽകിയതിനെ EPS എതിർത്തു. സ്പീക്കർ ഇത് നിരാകരിച്ചു. நம்பிக்கை இல்லை என்று சொல்கிறவர்களுக்கு வாய்ப்பு அளிக்கப்பட்டிருக்கு. அந்த வகையில் தான் இன்றைக்கும் நம்பிக்கை கோரும் தீர்மானத்தின் மீது ஆதரவு அளிப்போரும் பேசுகின்றார்கள், எதிர்த்து கருத்துக்களை கூறுவோரும் கூறிக்கொண்டிருக்கிறார்கள். അണ്ണാ DMKയിലെ കൂറുമാറ്റത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി അറിയിച്ചു. മന്ത്രിമാരാകാനുള്ള ദുരാഗ്രഹത്താലാണ് MLAമാർ TVKയെ പിന്തുണച്ചത്. നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും EPS. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോത്സ്യനെ നിയമിച്ചതിൽ സഭയിൽ വിമർശനമുണ്ടായി. DMDK അധ്യക്ഷ പ്രേമലത വിജയകാന്ത് പരസ്യ വിമർശനവുമായി രംഗത്തെത്തി. ഇതിനു പിന്നാലെ ജോത്സ്യൻ റിക്കി രത്തൻ പണ്ഡിറ്റ് വെട്രിവേലിനെ നിയമിച്ച ഉത്തരവ് സർക്കാർ റദ്ദാക്കി. നിയമനത്തിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് നടപടി. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.